ഹലോ നമസ്കാരം. സൂര്യ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് മലയാളത്തിൽ ആ എന്ന് പറയുന്ന ജാഫർ ഇടുക്കി ആൻഡ് ദിലീഷ് പോത്തൻ അഭിനയിച്ച സിനിമ റിലീസായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് സിനിമയുടെ റൈറ്റർ ആൻഡ് സിനിമാറ്റോഗ്രാഫറാണ്. സോ സെല്ലുലോയിഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കവി പ്രസാദ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് ലാൽ. രണ്ടുപേർക്കും സ്വാഗതം. സിനിമ ഇപ്പോൾ തിയേറ്റേഴ്സിൽ നല്ല റെസ്പോൺസോട് കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനിഷ്യലി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്? എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് കുറച്ച് മുൻപേ കിട്ടിത്തുടങ്ങിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യും, സാധാരണ ആൾക്കാർ ചെയ്യാറുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ സിനിമ ലോക്ക് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ സാധാരണയിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള രീതിയിൽ ഞങ്ങൾ പ്രിവ്യൂസ് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിത് കാണുക, കണ്ടിട്ട് പക്ക ക്രിട്ടിക് ഒരു മെൻറ്റാലിറ്റിയോട് കൂടി കാണുക. അപ്പോൾ ഞങ്ങളിത് ലോക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് എല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഞങ്ങളോട് പറയുക എന്നുള്ള രീതിയിൽ കുറേ അധികം ഒരു പല ജോണർ ടൈപ്പ് ഇഷ്ടപ്പെടുന്ന പല പ്രായത്തിലുള്ള അപ്പോൾ കിട്ടിയ നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോൺഫിഡൻസ് തന്നു. പക്ഷേ എങ്കിലും ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് റിലീസാണ്. അപ്പോൾ ആ ഒരു മിക്സ്ഡ് ഇതായിരുന്നു. ഇപ്പോൾ എന്താണേലും ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾക്ക് മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നത് പേരായിരുന്നു. പേര് നമുക്ക് എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് പേരുകൾ ഷൂട്ടിൻ്റെ പ്രോസസ്സിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഒന്നിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലേക്ക് വന്ന് വെരി എൻഡിലാണ്, പടത്തിൻ്റെ ഏകദേശം നമ്മുടെ പ്രോസസ്സിൻ്റെ എൻഡിലാണ് നമുക്ക് ഈ പേരിലേക്ക് ലാൻഡ് ആവുന്നത്, ടൈറ്റിൽ ഫൈനലാവുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈവൻ നമ്മുടെ പ്രൊമോഷന് വേണ്ടി നമ്മൾ ഒരു ടീമിനെ സമീപിക്കുമ്പോഴും അവർ പറയുമ്പോഴും അവർ ഈ പേര് ഒന്നാമത് സെർച്ച് ചെയ്താൽ കിട്ടില്ല, ഇത് എങ്ങനെയാണ് ഇത് എടുക്കുക, ഓഡിയൻസ് എങ്ങനെയാണ് ഇത് പടം കാണാൻ പോകുമ്പോൾ പറയുക എന്ന് പറയുന്ന. അപ്പോൾ അവർ നമ്മൾ ഓപ്പണാക്കി വെച്ചു, മാറ്റാം, നമുക്ക് പേര് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. 15 പേരോ 16 പേരോ ഉള്ള ഒരു മെമ്പേഴ്സ്, കുറച്ച് ക്രൂ, ഒരു ടീം വന്നു. അതിനകത്ത് സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പടം കണ്ടിട്ട് നമ്മൾ ഓപ്പണാണ്, വേണേൽ പടത്തിൻ്റെ പേര് മാറ്റാം. പക്ഷേ അവർ ആ പടം കണ്ടതിന് ശേഷം അവർ പറഞ്ഞു, ഇതിനി വേറെ പേര് ഇടാൻ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ നമുക്ക് കൊണ്ടുവരാം. അവരുടെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നെറ്റിൽ എങ്ങനെയാണ് ഇത് സെർച്ച് ചെയ്യുക, അതിൽ എങ്ങനെയാണ് വരിക, ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. കുഴപ്പമില്ല, നമ്മളത് ലിസ്റ്റ് ചെയ്തോളാം എന്നവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായി. ഭയങ്കര നമുക്കും ഒരു കോൺഫിഡൻസ് തന്നു. അപ്പം സർ, ആരാണ് ഈ ചിത്രത്തിന് ഈ പേരിട്ടത്? പേരിട്ടത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്കായിരുന്നു കൂടുതൽ ടെൻഷൻ. അപ്പോൾ ഇതിലെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കറിയായിരുന്നു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ പേര് അക്സെപ്റ്റ് ചെയ്യപ്പെടും എന്നറിയായിരുന്നു. പക്ഷെ അതിന് മുൻപുള്ള നമ്മളെ കയറി കഴിഞ്ഞാണല്ലോ സിനിമ കാണുന്നത്, കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം വേണ്ടേ? അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ ആ പേര് കൊണ്ട് അതിനൊരു പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെയുള്ളതായിരിക്കും. പക്ഷെ പിന്നീട് ആ പേര് വിചാരിച്ചതിലധികം നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു, വളരെ നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ ആരും ഇടാത്ത ഒരു കോമ്പിനേഷനാണ്. എക്സാക്ട്ലി. നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മലയാളം അക്ഷരമാലയിലെ അവസാനത്തെ 2 അക്ഷരങ്ങളാണ് നമ്മളത് കോമ്പിനേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമാണ് 2 അക്ഷരമുള്ള പേരുകൾ വന്നിട്ടുണ്ട്, പക്ഷെ അടുപ്പിച്ചുള്ള 2 അക്ഷരം അതൊന്നും ആലോചിച്ചല്ല കേട്ടോ ഇട്ടത്. ഇപ്പം ദിലീഷ് ഏട്ടനാണ് ഇതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ നടക്കുന്നത് ഇടുക്കിയിലാണ്. ദിലീഷ് ഏട്ടൻ്റെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഇടുക്കിയെ ഇത്രയും ബ്യൂട്ടിഫുള്ളി കാണിച്ചിട്ടിരിക്കുന്ന മറ്റൊരു സിനിമ അല്ലേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് അതിനെ ബ്രേക്ക് ചെയ്യുമോ? അങ്ങനെയില്ല. ശരിക്കും ഈ കഥ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കൊച്ചിയിൽ നിന്നാണ് നമ്മൾ കഥ സംസാരിക്കാൻ, കഥയുടെ മെയിൻ ബേസ് ഒക്കെ പറയുന്നത് ഇവിടെ കൊച്ചിയിൽ വെച്ചാണ്. പക്ഷെ ഞങ്ങൾ പൂർണ്ണമായ കഥ പറയുന്നത് ശരിക്കും ഈ സ്ഥലം കവിയുടെ സ്വന്തം നാടാണ്. അപ്പോൾ എന്താ വെച്ചാൽ കഥ അവിടെ പോയി ഞങ്ങൾ ഈ ലൊക്കേഷൻ കാണിച്ചതിന് ശേഷമാണ് ഞങ്ങളോട് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ ഞങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഗമണ്ണ് പോലെ സ്ഥലത്ത് പ്ലേസ് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിരുന്നു. കാരണം ഷൂട്ടിംഗ് എളുപ്പമാക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഞങ്ങൾ ആ ലൊക്കേഷനിൽ പോയതിന് ശേഷമാണ് ഈ കഥ കേൾക്കുന്നത്. പിന്നെ നമുക്ക് ആ പ്രദേശം മാറ്റി ചിന്തിക്കാനൊരു ഇതില്ലായിരുന്നു. കാരണം ആ കഥ അവിടുത്തെ കീഴ്ക്കാന്തുക്കായ ഭൂമിയിലെല്ലാം ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ അവിടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലാണ് കിടക്കുന്നത്. പിന്നെ ഇടുക്കിക്ക് ഒരു ഭംഗിയുണ്ട്, അതൊരു ഭംഗിയാണ്. അത് നമുക്ക് ക്യാപ്ചർ ചെയ്താൽ മതി. അത് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ഇപ്പം ദിലീഷിൻ്റെ പടത്തിൽ അത് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അങ്ങനത്തെ ചലഞ്ചോ അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ കാണിക്കുന്നത് ഇപ്പം ഈ കഥയുടെ ഒഴുക്കിന് വേണ്ടുന്ന കളേഴ്സും ഒക്കെ ഉള്ളൂ. നമ്മൾ ഒരു പോയിന്റിൽ പോലും ഇടുക്കിയെ ഭംഗിയാക്കാൻ വേണ്ടി എക്സ്ട്രാ സാച്ചുറേഷൻ ആഡ് ചെയ്തിട്ടില്ല. എക്സാക്റ്റ് എന്ത് ഇടുക്കിയിലുണ്ടോ കളറോ അതേ വെച്ചിട്ടുള്ളൂ. എക്സാക്റ്റ് എന്താണോ അതേ വെച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ല നമ്മൾ ഈ പടത്തിൽ ടോട്ടലി ട്രൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല, നമുക്ക് കഥയുടെ റൂട്ടിലൂട്ടാണ് കയറുന്നത്.
വരുന്നത്. ബേസിക് ഫസ്റ്റ് സിനിമ തുടങ്ങുന്ന ഏരിയയിൽ നമുക്ക് ഈ പറയുന്ന ആ പരിസരം മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള ഒരു ബ്യൂട്ടി മീൻസ് ആ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കലേ ഉള്ളൂ. പിന്നീട് നമ്മൾ ആ സ്ഥലത്തിനപ്പുറത്തേക്ക് കഥയിലേക്ക് കയറണമല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിലേക്ക് കയറ്റിയാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ബ്യൂട്ടിഫിക്കേഷൻ അല്ല ഇടുക്കിയെ ഭംഗിയാക്കലല്ലായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ. ഓക്കെ, ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും സാർ പറയാ? ചലഞ്ചിങ് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും ചലഞ്ചിങ്. കാരണം ഈ ടെറൈനിൽ എനിക്ക് തോന്നുന്നില്ല ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് അത്രയും ചലഞ്ചിങ് മീൻസ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പം ദിലീഷിൻ്റെ വീട് ഷൂട്ട് ചെയ്ത ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തപ്പെടുക എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് കാണുമ്പോൾ അത്രയും ഷൂട്ട് പ്രോസസ്സിൽ ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. എന്നിട്ട് നടന്നു തന്നെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എന്താ വെച്ചാൽ 2-4 പേരോളം അവിടുത്തെ നിന്ന് ഹയർ ചെയ്തിട്ട് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ആക്ച്വലി ഇതിൻ്റെ ആ സിനിമ ഇങ്ങനെ സംഭവിക്കുന്നതിന് ഫുൾ ക്രെഡിറ്റ് ആക്ച്വലി ഇതിൻ്റെ ടീമിനാണ്. കാരണം യൂണിറ്റ് ക്രെയിൻ അവർക്കാണ് കൊടുക്കേണ്ടത്. കാരണം ഇത്രയും സ്ഥലത്ത്, കാരണം ഞങ്ങൾ വെള്ളത്തിൻ്റെ നടുക്ക് ക്രെയിൻ ഇട്ടിട്ടുണ്ട്, ഡിഫിക്കൽട്ട് കവന്തയുടെ മേളിൽ ഞങ്ങൾ ക്രെയിൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ടഫായിരുന്നു. അത്രയും മാൻ പവർ യൂസ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് അവരാരും മുഖം കറുത്തൊരു വാക്ക് പോലും ചിരിച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ഇടാം, പിന്നെ നമുക്കിടാം, അങ്ങനെ ഒരു വൈബ് ഉണ്ടായിരുന്നു. എല്ലാവരും തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ടുള്ള സുഹൃത്ത് വലയങ്ങളിലുള്ള ടെക്നീഷ്യൻസിനെയാണ് നമ്മൾ ഹയർ ചെയ്തതും. അവരെ വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ട് ഞാൻ. കാരണം അവർ വന്നാലായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ മനസ്സറിയുന്ന, നമ്മളൊന്നും സംസാരിക്കണമെന്നില്ല ആക്ച്വലി. നമ്മൾ അവിടെ സ്പേസിൽ പോയി നിന്നാൽ അവർക്ക് മനസ്സിലാകും അവിടെ എക്യുപ്മെൻറ്റ് വരാണ്ടെന്ന് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളുണ്ട്. നമ്മളൊന്നും വേണ്ട, എൻ്റെ ലൈറ്റ് അസോസിയേറ്റ് ആയാലും ഞാനൊരു ഫ്രെയിം വെച്ചിട്ട് ഒരു സൈഡിലേക്ക് നോക്കുമ്പം മനസ്സിലാവും ഒരു ലൈറ്റ് അവിടെ നിന്ന് വരാനുണ്ട്. നമ്മുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ നോക്കി മനസ്സിലാക്കുന്ന കുറച്ച് അധികം സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം. എനിക്കൊരു കാര്യം അടിയുണ്ട്. അത് അനീഷ് ഈ പറഞ്ഞാൽ നമ്മൾ ഇത് പടം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്വാളിറ്റി മാക്സിമം ബെറ്റർ ആക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവിടുന്ന് ചെയ്താലോ, ഇവരുടെ അനീഷ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽറ്റി കൂട്ടി അനീഷ് ആലോചിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇത് അനീഷ് മാത്രം ആലോചിച്ചാൽ പോരല്ലോ. ഈ പറഞ്ഞാൽ നമ്മൾ ക്രെയിൻ കയറ്റുന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞത് ഭയങ്കര ഹെവിയാണ് ഈ സാധനം, ഇതവിടെ എത്തിക്കണം. അപ്പോൾ ഈ ഒരു 10-20ഓളം പേർക്കും ഇതേ തോന്നിയാലേ ഈ പറഞ്ഞ പരിപാടി നടത്തുള്ളൂ. പക്ഷേ അനീഷ് എന്നെ കാണിച്ച് ഓൾറെഡി അവിടെ 2 പേര് നിന്നിട്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ സപ്പോർട്ടീവായ ടീമാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ ചൂസ് ചെയ്യുന്ന ടീമിനെ ചൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് അപ്രോച്ച് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തിരിച്ചൊരു സംഭവമുണ്ട്, നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് തിരിച്ച് കിട്ടുക. വേണമെങ്കിൽ വെക്കട ലൈറ്റ് എന്നും പറയാം, കളിയ വെക്കളിയ ലൈറ്റ് എന്നും പറയാം. രണ്ടും ഡിഫറൻസ് ഉണ്ട് ഭയങ്കര. അതെ, സിനിമ എന്ന് പറയുന്നത് എന്തോ ഒരു ടീം വർക്ക് ആണെന്നാണ് ആർട്ടിസ്റ്റുകളും എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിന്റെ ഒരാൾക്ക് ക്രെഡിറ്റ് എടുത്തിട്ട് കാര്യമില്ല, അത് ഫുൾ ടീം വർക്കാണ്. അതെ, അതായത് നമ്മുടെ ഹീറോ തൊട്ടിട്ട് സെറ്റിൽ ചായ കൊടുക്കുന്ന ചേട്ടൻ വരെ എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്കാണ് സിനിമ എന്ന് പറയുന്നത്. എനിവേ, കമ്മിങ് ടു യു കവി സാർ, ഇപ്പോൾ ഇതിനകത്തെ ഒരു റൈറ്ററാണ് സിനിമയുടെ സാർ. ആ ഒരു ഇടുക്കിക്കാരൻ നാട്ടുകാരനാണ് എന്നുള്ളത് കൂടി ഈ സിനിമയുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം സ്വന്തം നാടിനെ പറ്റിയിട്ടൊരു കഥ എഴുതുകയാണ്. ഐ എം ക്വൈറ്റ് ഷുവർ എന്തായാലും സാറ് ചെറുപ്പം മുതലേ ചിലപ്പോൾ വല്ല കണ്ടുവന്നിട്ടുള്ള കഥാപാത്രങ്ങളോ കഥകളോ ഒക്കെ സിനിമയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകുമെന്ന് ആണോ? അതെ, അതൊരു രസകരമായൊരു കാര്യമുണ്ട്. നേരത്തെ അനീഷ് പറഞ്ഞല്ലോ കഥ പറയാനായിട്ട് വിളിച്ചുകൊണ്ട് പോയിന്ന്. അപ്പം കഥ പറയാനായിട്ട് പോകുമ്പം കാറിൽ ഞങ്ങൾ പോകുന്ന വഴി നമുക്ക് നാട്ടിൽ അവിടെ പോയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പോകുന്ന വഴി കഥ പറയും, യാത്രക്കിടയിൽ രസമാകും എന്നുള്ള രീതിയിലാണ് ഇവരിയ്ക്കുന്നത്. പക്ഷെ ഞാൻ കഥ മാത്രം പറയുന്നില്ല, നമുക്ക് പറയാൻ ചെറിയ സംഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് കൊണ്ട് ഈ ഒരു മലയുണ്ട് കേട്ടോ, ഇത് പൊട്ടമ്പടി മല എന്നാണ് കേട്ടോ ഇതിൻ്റെ പേരെന്നൊക്കെ. അപ്പം സീമിംഗ്ലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു യൂസും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ആ മലയുടെ പേര് ഇവർക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് കേട്ടോ പാപ്പച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളി ഇങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പം ഞാനിങ്ങനെ കുറേ ആക്ച്വൽ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ വീട്ടുപേര് ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ, സുബിൻ എന്നാണ് പുള്ളിയുടെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പിടിയിട്ടില്ല എന്നാ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് കഥ പറഞ്ഞു വന്നപ്പോൾ ഇതെല്ലാം ഈ ആൾക്കാരെല്ലാം അതിലുണ്ട്. അപ്പം നമ്മൾ ഭയങ്കരമായ ലോക്കൽ റെഫറൻസുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഥയെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇടുക്കിക്കാരൻ തന്നെ, മൂലമറ്റംകാരനാണ് പക്ക. ഞാൻ ജനിച്ച് വളർന്ന ഏരിയ അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടെ മൂലമറ്റം ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ജനജീവിതം, ആ ഒരു കഥ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇടുക്കിയുടെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നതാണ്. അവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിഷ്കളങ്കത ഒരു പോയിന്റ്, പിന്നെ ഒരു നിഗൂഢത, ഇതെല്ലാം കൂടെ ഒരു റൈറ്റ് മിക്സാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ഇതിലെ കഥാപാത്രങ്ങൾ പറയുവാണെങ്കിൽ 2 പേരെ ഒഴിച്ച് ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരും നേരിട്ട് അതായത് അവർ അവിടെ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ്. 2 പേരിൽ ഒരാൾ ഇതിൽ വളരെ സീനിയർ ആയിട്ടുള്ള, എന്താണ് പറയുന്നത്, വളരെ സിഗ്നിഫിക്കൻ്റ് ഉള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ ഞാൻ കാണാത്തത് കൊണ്ട്
ക്യാരക്ടറിൻ്റെ പേര് സോണിയ എന്നാണ്. ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ സിനിമയിലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ ക്യാരക്ടർ കവിയാണ്. കാരണം കവിയെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയി നോക്കണം. കംപ്ലീറ്റ്ലി കുറേ എൻ്റെ സംഭവങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. പ്രസാദ് തന്നെയാണ് കവി അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് കാണാത്തത്, ഇമാജിനേഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. എല്ലാം ഈ നാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ പോകുമല്ലോ. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ നാട്ടുകാരെന്ന് വെച്ചാൽ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു വീട് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത വീടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇവർ പരസ്പരം കാണുന്നത് ഭയങ്കര റെയറായിട്ടാണ്. അപ്പം കുറച്ച് മനുഷ്യരേ ഉള്ളൂ അവിടെ. ഞങ്ങൾ ഷൂട്ടിങ് അവിടെ ആംബിയൻസ് എല്ലാവരോട് ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് പേര് അവരുടെ ജീവിതത്തിലേക്ക് വന്ന ഫീലായിരുന്നു. ഈ നാട്ടുകാരെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരായി, യൂണിറ്റുകാരുടെ അടക്കം എല്ലാവരുടെയും വീട്ടിൽ പോവുക. നമുക്കിനി തിരിച്ച് നമുക്കൊരു ബന്ധു വീട്ടിലോട്ട് പോകാൻ പറ്റുന്നൊരു സ്പേസിലേക്കാണ് അവിടെ ശരിക്കും മൂലമറ്റത്തെ ആ സ്പേസ് ഉള്ളത്. ഇപ്പം എല്ലാ വീടുകളും നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ നമ്മുടെ എല്ലാ വീട്ടിലും അറിയാം, ഇത് ഇന്നാളുടെ വീട്, ഇതിന് അങ്ങനെ അറിയാം. യൂണിറ്റുകാർ ഈച്ച് ആൻഡ് എവറി ആൾക്കാർക്ക് അറിയാം. അതൊരു വലിയ ഇതായിരുന്നു. അത് നല്ല മനസ്സിന്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് നിഷ്കളങ്കരായ നാട്ടുകാരാണെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണെന്നല്ലേ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ജാഫർ ഇടുക്കി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്തിട്ടുള്ള മഹേഷിന്റെ പ്രതികാരം, അത് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ എന്നൊക്കെ വിളിക്കാവുന്ന സിനിമയിലൊന്നാണ്. ജാഫർ ഖാൻ അതിനകത്തെ കഥാപാത്രവും ആ കഥയും സിനിമയും എല്ലാം തന്നെ. അപ്പം ഇപ്രാവശ്യം അവർ രണ്ടുപേരും ഓൺ സ്ക്രീനിൽ ഒന്നിച്ച് അഭിനയിക്കാൻ വരികയാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിലേക്ക് വന്നത്? ഈ സ്ക്രിപ്റ്റിൽ തന്നെ പേരുള്ള ഒരേ ഒരു ആർട്ടിസ്റ്റേ ഉള്ളൂ, അത് ജാഫർ ഇടുക്കിയാണ്. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ജാഫർ ഇടുക്കി എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ചെയ്യാറില്ല, കാരണം പലപ്പോഴും വേറെ. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം ജാഫർ ഇടുക്കി എന്ന് തന്നെ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ എല്ലാം വെച്ചിട്ടാണ് ക്യാരക്ടർ നമ്മൾ ഫോം ചെയ്തത്. അപ്പോൾ ജാഫർ ഇടുക്കി പക്കാതായിരുന്നു. അത് ജാഫർ ഇടുക്കി അദ്ദേഹം വരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം വരുമ്പോൾ ഷൂട്ട് ചെയ്യാം എന്നുള്ള പോലെ മോഡ് പോകും. പക്ക എന്താ പറയുന്നത്, ആ ഒരു പ്രയോഗം തന്നെ നടത്തുന്നത്. അതായത് ജാഫർ ഇടുക്കി എന്ന ആർട്ടിസ്റ്റിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സിനിമ വേണമെങ്കിൽ, പ്രത്യേകിച്ച് പുള്ളിയുടെ ഭാഷ തന്നെയാണല്ലോ. പുള്ളി സംസാരിക്കുന്നത്, പുള്ളി എവിടുത്തുകാരനാണല്ലോ, ഇടുക്കിക്കാരനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ഭാഷയുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കത് ഭയങ്കര രസമാണ് പുള്ളി പറയുന്നത് കേൾക്കാനും. അത് ഇനി ഇതിനകത്ത് അഭിനയിച്ച മറ്റൊരു ആക്ടറെ കൂടി ഞാൻ ഇങ്ങോട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് കവി സാറിനൊരു താങ്ക് യു പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് നല്ല സിനിമകൾ അങ്ങനെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു ത്രില്ലർ പടമാണ്. ഇനി അടുത്തത് എന്ത് ജോണർ ട്രൈ ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്? ആ ചോദ്യം ചോദിച്ചാൽ വളരെ നന്നായി. കാരണം ടീസർ കണ്ടിട്ട് വന്നൊരു ചോദ്യമാണ്, വളരെ മനസ്സിലായി. ത്രില്ലർ പടമാണ് തീർച്ചയായിട്ടും, മിസ്റ്ററി ത്രില്ലർ പ്ലോട്ടാണ്. പക്ഷേ ത്രില്ലർ പടം മാത്രമല്ല, മിസ്റ്ററി ത്രില്ലർ പ്ലോട്ടിൽ നമ്മൾ പറയുന്നത് ഒരു ഫാമിലി ഡ്രാമയാണ് ശരിക്കും. അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ ഒളിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇടുക്കിയുടെ കാര്യം പറഞ്ഞ പോലെ നിഷ്കളങ്കതയ്ക്കൊപ്പം നിഗൂഢത ഉണ്ടെന്ന് പറയുന്ന പോലെ, നിഗൂഢതയ്ക്കൊപ്പം അവിടുത്തെ സാധാരണ ആളുകളുടെ ജനജീവിതം, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഡ്രാമയെ പറയുള്ളൂ. ഓവറായിട്ടൊരു ത്രില്ലർ എക്സ്പ്രഷൻ ഒന്നും ഇല്ല, അങ്ങനെയല്ല. അതെ, അതൊരു ഫാമിലി അമിത പ്രതീക്ഷ വന്നു പോകരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ഒരു മിസ്റ്ററി, ഒരു ഭയങ്കര ഒരു ത്രില്ലർ പ്രതീക്ഷയോടെ പോകരുതെന്നാണ് പ്രേക്ഷകരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓൾറൈറ്റ്. അപ്പം എന്തായാലും കവി സർ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ആല് നല്ലൊരു വേഷം ചെയ്തിട്ടുള്ള ശ്രുതി ജയൻ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ശ്രുതി, വെൽക്കം. ഹലോ, താങ്ക് യു. ഞങ്ങൾ ഇത്രയും നേരം സിനിമയെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞ് നിർത്തിയപ്പോഴാണ് ശ്രുതിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അപ്പം അതിൽ ഞാനൊരു ബ്രേക്ക് വരുത്തുന്നില്ല. നമുക്ക് ശ്രുതിയുടെ ക്യാരക്ടറിനെ പറ്റി കേട്ടിട്ട് തന്നെ തുടങ്ങാം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജിൻസി എന്നാണ്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് ജിൻസി വരുന്നത്. ഈ കഥയുടെ ഒരു കോർ പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള റീസണൊക്കെ ആ ഒരു സീക്വൻസിലാണ് വരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ക്യാരക്ടർ. എങ്ങനെയാണ് ശ്രുതി ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകുന്നത്? ഇതിൻ്റെ ആസ് യൂഷ്വൽ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് ഗ്രീഷ്മാർ, അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക്. പിന്നെ ക്യാരക്ടർ ആക്ച്വലി നമ്മൾ പ്രോജക്ട് പ്രോസസ്സ് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ആരെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ആ ക്യാരക്ടർ പാളിയാൽ പോവും. സിനിമയുടെ മൊത്തം പോകും കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ശ്രുതിയുടെ കാസ്റ്റിങ്ങിലേക്ക് എത്തിയത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്തൊരു കാസ്റ്റിംഗ്, ശ്രുതിയുടെ കാസ്റ്റിംഗ് ആക്ച്വലി. ശ്രുതി അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ അത്രയും
പടം ഷൂട്ട് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പി ആയതാണ് കാസ്റ്റിങ്ങിലും. ഓൾറൈറ്റ്. ശ്രുതിയുടെ കരിയറിൽ ശ്രുതിനെ ഇങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു. ഞാൻ നോട്ടീസ് ചെയ്തത് ജൂണിലെ ടീച്ചറായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? ഓൾറൈറ്റ്. അപ്പം ഇത് വന്നു കഴിയുമ്പം ഇനി മുതൽ ടീച്ചർമാർ ജിൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? അങ്ങനാവട്ടെ, അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു കോൺസ്റ്റന്റ് കമ്പാരിസനെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത്? ഇപ്പോഴും ആ ക്യാരക്ടറാണോ? അതിനുശേഷം എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വരാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അത് ഓരോ ഓഡിയൻസ് എങ്ങനെയാണ് അവരുടെ ഇഷ്ടം. പിന്നെ ജൂൺ എന്ന സിനിമ ഏതൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ആർക്കും കണക്ട് ചെയ്യാം, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഇപ്പോഴും ചാനലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എവിടെ പോയാലും ഏതൊരു ഏജ് കാറ്റഗറിയിലുമുള്ള ആൾക്കാർക്ക് ജൂൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയ കുട്ടികൾ ടീച്ചറല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും. പിന്നെ അത് കൂടെയുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം കുറേ ടീച്ചർ ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതൊരു ഇതാണ്. പിന്നെ നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എക്സ്പീരിയൻസ് ചെയ്തിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറെ സംബന്ധിച്ച്. ഇത് തന്നെ നേരത്തെ അനീഷ് സാറും പറഞ്ഞു, ഓരോ സിനിമ വരുമ്പോഴും പല പല ടെറൈനിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. അത് ക്യാരക്ടേഴ്സ് വരുമ്പോഴായാലും ആ ഒരു സെലക്ഷൻ ഭയങ്കരമായിട്ട് കീനായിട്ട് നോക്കാറുണ്ടല്ലേ? ഒരു ഞാൻ കുറച്ചധികം നോക്കാറുണ്ട് എല്ലാം. കാരണം ഇത് രണ്ട് തരത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു പോകുന്നു തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ ചെയ്യുന്ന സിനിമകൾ നന്നായി തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനങ്ങനെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. ചെയ്യുന്ന സിനിമകൾ അവിടെ ഞാൻ സിഗ്നേച്ചർ ഉണ്ടാക്കണം, അത് നാളെ ആളുകൾ സംസാരിക്കണം എന്ന് പറയുന്ന തീരുമാനം എടുത്തിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഇപ്പോൾ ശ്രുതിനെ പോലുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പറഞ്ഞ അനീഷ് സാർ നോക്കുകയാണെങ്കിൽ ഹീറോയിൻ ആയിട്ട് തന്നെയല്ല, പക്ഷെ നല്ല നല്ല ക്യാരക്ടർ റോൾസ് ചെയ്ത് ദേ മേക്ക് ദെയർ സിഗ്നേച്ചർ ഇൻ സിനിമ. ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ നല്ല ആർട്ടിസ്റ്റുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ? ഉണ്ട്. ശ്രുതിയുടെ കാര്യം പറഞ്ഞു വെച്ചാൽ സുജി, ഞാൻ എപ്പോഴും പറയുന്നത് സ്വിച്ചിങ് ആർട്ടിസ്റ്റ് എന്നാ പറയുക. സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിൽ പെർഫോം ചെയ്യും, ഒരു സ്വിച്ചിൽ ഓഫ് ആവും. അതായത് വളരെ അത് ഇമോഷണലൊക്കെ ഭയങ്കര ഹൈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് സ്വിച്ച് ചെയ്യും, അത് ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും, ഒറ്റ സ്വിച്ചിൽ തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഇപ്പം അനീഷ് സാർ ഇപ്പം പറഞ്ഞു സ്വിച്ച് ചെയ്ത് ഇമോഷൻസ് മാറ്റാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്രുതിന്ന്. അപ്പം ഐ എം റിക്വസ്റ്റിംഗ് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പെർഫോമൻസ്. നമ്മൾ ഭരതനാട്യത്തിൽ തന്നെ അഷ്ടപതി എന്നൊരു കാറ്റഗറി ഉണ്ട്. അതിലത്തെ ആദ്യം ഒരു ശൃംഗാരം ബേസ് ചെയ്തിട്ടുള്ള ഒരു അഷ്ടപതി ചെയ്യാം. ജസ്റ്റ് 2 വരി. സഖി ഹേ കേശി മദന മുദാരം രമയ മയാ സഖ മനോരഥ ഭാവയാ വികാരം സഖി ഹേ കേശി മദന മുദാരം. ബ്യൂട്ടിഫുൾ. എത്ര വർഷം ട്രെയിൻ ചെയ്തിട്ടുണ്ട്? എന്നെ 4ാം വയസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ 10th ശേഷം എൻ്റെ സ്കൂളിങ്ങിന് ശേഷം ഐ വെന്റ് ടു കലാക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ്. അവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അവിടെ ടീച്ചറായി കുറച്ച് നാള്. സിനിമയിൽ വരണേക്ക് മുമ്പ് എന്നെ തന്നെയായിരുന്നു. ഇപ്പോഴും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചറാണ്. ഡാൻസ് സ്കൂളുണ്ട്. എന്താണ് ഡാൻസ് സ്കൂളിന്റെ പേര്? രാജശ്യാമ എന്നാണ് പേര്. രാജശ്യാമ. ഡാൻസ് ത്രൂ യുവർ സോൾ എന്നാണ് എൻ്റെ ഒരു മീനിങ് വരുന്നത് അല്ലേ? അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ശ്രുതി ഇപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ലൈഫിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അന്ന് കലാക്ഷേത്രത്തിലെ ഡാൻസ് പഠിക്കുമ്പോഴും പിന്നീട് പഠിപ്പിക്കുമ്പോഴും ഒക്കെ സിനിമയായിരുന്നു ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വപ്നം? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു ഇത്രയും വലിയൊരു ആക്ടറായി വന്നത്? അത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് അങ്കമാലി ഡയറീസ് ടീമിന് അയച്ചു കൊടുക്കുക ചെയ്തത്. ജസ്റ്റ് പറഞ്ഞു എന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട് അവര് പൊളിക്കുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പൊ ഇത് മെയിൻ സ്ട്രീം ആക്കിയിട്ട് ഞാൻ നൃത്തം ഒരിക്കലും ഇല്ല, അതെന്റെ ഒരു ലൈഫാണ്, ബ്രെത്ത് പോലെയാണ് ഡാൻസ്. ഇപ്പൊ ആദ്യം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഐ മീൻ കൺഫ്യൂഷൻ, കാരണം വേറെ പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു പ്രൊഫഷൻ എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെടാൻ തുടങ്ങി,
രണ്ടിനെയും ചേർത്ത് പിടിക്കാൻ തുടങ്ങി. ഓക്കെ. ഇപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസിൽ ഒരുപാട് പുതുമുഖങ്ങൾ വരികയാണ്. ഇപ്പം പെപ്പേനെയൊക്കെ നമുക്ക് ആ ഒരു സിനിമയിലൂടെയാണ് കിട്ടിയത്. അതിലെ പോലീസുകാരിനെ നമുക്ക് കിട്ടിയത് അല്ലേ, ആ ഒരു കഥാപാത്രത്തിലൂടെ. ഐ ഫർഗോട്ട് ദ ക്യാരക്ടർ നെയിം, ആനീസ്. ഓൾറൈറ്റ്. അപ്പം ആ സിനിമയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയും വലിയൊരു ഡയറക്ടറുടെ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു സിനിമ, പക്ഷെ സിനിമയിൽ തീരെ കയറണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. എങ്ങനെയായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്ന്? അങ്ങനെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ സാറ് പറയുന്നത് ചെയ്യാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സത്യം പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായത്. കാരണം ഞാൻ ആ സിംഗിൾ ഷോട്ട്, ആ ഒരു സീക്വൻസിലെ ആ 2 ദിവസത്തെ ഷൂട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇതാണോ സിനിമ? അപ്പൊ അന്നാണ് ഞാൻ എക്സൈറ്റഡ് ആവുന്നത്. ഇപ്പൊ ഞാൻ അഭിനയിച്ചിട്ടും ഞാൻ എൻ്റെ 2-3-5-6 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും അറിയില്ലല്ലോ, പറയുന്നത് ചെയ്യാത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്രോസസ്സ് കണ്ടപ്പോൾ ഇത് വലിയൊരു സംഭവമാണല്ലോ, ഇതൊന്നും അറിയണമല്ലോ. അങ്ങനെയാണ് ഞാൻ സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ശരിക്കും സത്യം പറഞ്ഞാൽ ആ ലിജോ ജോസ് പല്ലിശ്ശേരി അങ്കമാലി ഡയറീസിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ വന്നിരുന്നെങ്കിൽ പക്ഷെ ഇത് ഇത്രയും ഞാൻ നിൽക്കില്ലായിരുന്നു. ബ്യൂട്ടിഫുൾ. എല്ലാത്തിനും ഓരോരോ കാരണമുണ്ട് എന്ന് പറയുന്നത് പോലെ. ഇപ്പം ട്രാഫിക് മലയാളത്തില് മലയാള സിനിമയുടെ മുഖഛായ മാറ്റം വന്ന് തുടങ്ങിയ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പം ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇത് ചെയ്യുമ്പോൾ ട്രാഫിക്കിലും വർക്ക് ചെയ്തിരുന്നു. അപ്പം അവിടെ ഇത് ചെയ്തപ്പം അവിടുത്തെ സെറ്റ് ഓഫ് മൂവീസിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചിരുന്നു? എവിടെ, ഹിന്ദിയിലോ? ഇല്ലില്ല. രാജേട്ടൻ്റെ മരണത്തിന് ശേഷമാണ് അവിടെ അത് റിലീസ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരു ഒന്നാമത് നമ്മൾ ഈ കോർപ്പറേറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു എഡിറ്റ് ഉണ്ട്. രാജേട്ടൻ്റെ എഡിറ്റിലല്ല, നമ്മളൊരു എഡിറ്റ് സബ്മിറ്റ് ചെയ്യും. ആ എഡിറ്റ് അല്ല, നോൺ ലീനിയർ അല്ലായിരുന്നു തോന്നുന്നു. അവിടെ അവർ പിന്നെ റീ എഡിറ്റ് ചെയ്തു. അവരുടെ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക. അപ്പോൾ ശരിക്കും നമ്മുടെ പൂർണ്ണമായ മലയാളത്തിൽ അതില്ല, നമ്മുടെ പൂർണ്ണമായ ഒരു ഇതിലായിരിക്കത്തില്ല ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം രാജേട്ടനും ഉണ്ടായിരുന്നു താനും. പക്ഷെ അത് എക്സാക്ട് രാജേട്ടൻ്റെ കട്ടല്ലത്. നമ്മുടെ ഒരു കട്ട് കൊടുക്കും, അത് അവർക്ക് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടുന്ന ഒരു കട്ട് അവരൊരു കട്ടുണ്ടാവും, അതായിരിക്കും ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. അനീഷ് സാറിന് അപ്പോൾ അത് ഡിസപ്പോയിന്റിംഗ് ആണോ? അയ്യോ ഇതല്ലല്ലോ നമ്മൾ മനസ്സിൽ കണ്ടത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ വേറെ പക്ഷേ ഇല്ല. നമ്മളത് ഓൾറെഡി എഗ്രിമെന്റിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് അത് അവർക്കാണ്, കോർപ്പറേറ്റ്സ് കമ്പനികൾക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെയാണ് അതിന്റെ അവകാശം. നമുക്കതിനകത്ത് വേറെ പറയാനില്ല. ഞാൻ തമിഴിലും അത് തന്നെയായിരുന്നു. തമിഴിൽ ചെറിയ ചേഞ്ചുകൾ ഉണ്ടായിരുന്നു, എന്നാലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അതിന്റെ കോഡയറക്ടർ ആയിരുന്നു, തമിഴിലും വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. ഇനിയിപ്പോൾ എന്താണ് രണ്ടുപേരുടെയും വരാനുള്ള അപ്കമിങ് പ്രോജക്ട്സ്? എനിക്ക് ഇനി 2 സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹാഫ് സ്കെഡ്യൂളായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഫാർമ ഒരു വെബ് സീരീസ്, PR അരുൺ, നിവിൻ പോളി ഹോട്ട്സ്റ്റാറിന് വെബ് സീരീസ് റിലീസാവാനുണ്ട്. ഞാനൊരു ഹിന്ദി വെബ് സീരീസ് ചെയ്തിരുന്നു, അത് റിലീസാവാനുണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബോളിവുഡ് ആണോ? ഹിന്ദിയിലാണ്, പക്ഷെ എൻ്റെ ക്യാരക്ടർ തമിഴാണ്. അങ്ങനെ. അനീഷ് സാർ പറയൂ. നെക്സ്റ്റ് ഇപ്പോൾ തമിഴിലാണ് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നടക്കുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ DAയും പ്രോസസ്സൊക്കെ നടന്നിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെ അധികം കമ്മിറ്റ് ഇല്ല. ഞാൻ കുറച്ച് ഇടക്കാലത്ത് കുറച്ച് സെലക്റ്റീവായി, കുറച്ച് നോ പറയാൻ പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ നോ പറയൽ ഇച്ചിരി ടഫായിരുന്നു. പക്ഷേ നോ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതൊരു സുഖമുണ്ട്. നല്ല പടങ്ങൾ ചെയ്യാമെന്നൊരു ഡിസിഷൻ ഒരു പോയിന്റിൽ ഞാൻ എടുത്തിരുന്നു. എനിക്ക് അങ്ങനെ IMDb പേര് കൂട്ടണ്ട, നല്ല പടങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മാസമൊക്കെ റൂമിനകത്ത് അടച്ചിരിക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് ഒരു വിഷമങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് സെലക്റ്റീവായി. കുറച്ച് പടങ്ങൾ നല്ലോണം കുറച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പടങ്ങളുണ്ട്, ഡിസ്കഷൻ കുറച്ച് പടങ്ങളുണ്ട്. കുറച്ച് പടങ്ങൾ ചെയ്യാൻ, നല്ല വൃത്തിയുള്ള പടങ്ങൾ ചെയ്യാന്നൊരു പരിപാടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. മറ്റേ ക്വാളിറ്റി മോർ ദാൻ ക്വാണ്ടിറ്റി എന്നുള്ളൊരു സംഭവം ഇടയ്ക്ക് നമുക്ക് വരും. ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, പക്ഷെ അതിന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ആലോചനയിലുണ്ട്. അതുകൊണ്ട് ഓക്കെ. അപ്പം എന്തായാലും ഇപ്പം തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല റെസ്പോൺസുകൾ വരട്ടെ, ഒരുപാട് നല്ല പ്രോജക്ട്സ് വരട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിനും ആനെ പറ്റിയിട്ടും ബാക്കിയുള്ള ചിത്രങ്ങളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു മീനാക്ഷി. താങ്ക് യു. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് മീനാക്ഷി സുദേവ് സൈനിങ് ഓഫ് ഫ്രം സെറ്റലൈറ്റ്. ബൈ.